ഹലോ, നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് തേക്കടിയിലെ പെരിയാർ ഹോട്ടലിലെ രാത്രി കാഴ്ചകളോടെയാണ്. ഇത് അടുത്ത ദിവസം രാവിലെ. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം തേക്കടിയിലെ പ്രസിദ്ധമായ ബോട്ട് സവാരിയാണ്. രാവിലെ 9:30 ട്രിപ്പാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരികെ വന്ന റൂം ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നിന്ന് തിരികെ പോകാനാണ് പ്ലാൻ. ബോട്ട് സവാരിയും തുടർന്നുള്ള കാഴ്ചകളുമാണ് ഈ എപ്പിസോഡിൽ. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കാഴ്ച ഇതാണ്. കുരങ്ങുകൾ കൂട്ടമായി കെട്ടിടം കയ്യേറിയിരിക്കുന്നു. വലുതും ചെറുതുമായ ഒരു കൂട്ടം. കുട്ടികളെ വയറ്റിൽ തൂക്കിയിട്ട അമ്മമാർ. ഇവിടെ ടാങ്കിലെ വെള്ളം മലിനമാക്കുന്നതിനാൽ അവയെ ജീവനക്കാർ ഓടിച്ചു വിടുകയാണ്. ഇക്കാരണത്താലാണ് ഇവിടെ എത്തുന്നവരോട് വാതിലും ജനലും തുറന്നിടരുതെന്ന് ജീവനക്കാർ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായി റെസ്റ്റോറൻറ്റിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഇത് കഴിഞ്ഞ് ബോട്ടിങ്ങിനായി പോകും. ഇവിടെ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ ലേക്കിലേക്ക്. വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാം. ഞങ്ങൾ വാഹനത്തിൽ ഇവിടെ എത്തി. ഇത് KTDCയുടെ മറ്റൊരു ഹോട്ടലാണ്, അരണ്യ നിവാസ്. അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് ഒരു പ്രീമിയം ഹോട്ടലാണ്. ലേക്ക് വ്യൂ ഉള്ള ഒരു 3 സ്റ്റാർ ഹോട്ടൽ. ഹോട്ടലിനുള്ളിലൂടെ അല്ലാതെയും ഇവിടെ എത്താൻ റോഡുണ്ട്. കുമളിയിൽ നിന്നും 9 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. സാരമില്ല, മഴ ഉടനെ മാറും. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ നേരത്തെ ഹോട്ടൽ മുഖേന ടിക്കറ്റ് എടുത്തതിനാൽ നേരെ താഴേക്ക് പോകാം. ഈ കവാടത്തിലൂടെ കടന്നാൽ മാത്രമേ നമുക്ക് ബോട്ടിലേക്ക് എൻട്രി കിട്ടൂ. ഇവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. 1.5 മണിക്കൂർ ദൈർഘ്യമാണ് ഇവിടുത്തെ ബോട്ട് സവാരിക്കുള്ളത്. രാവിലെ 7:30, 9:30, 11:15 എന്നീ സമയങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം 1:45, 3:30 എന്നീ നേരത്തും ആണ് സമയക്രമം. രാവിലെ 7:30 പോയ ബോട്ടുകൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 9:30 ട്രിപ്പാണ്. പല വലിപ്പത്തിലും പല തരത്തിലുമുള്ള ബോട്ടുകൾ ഇവിടെ സവാരി നടത്തുന്നുണ്ട്. കാലത്തെ മൂടൽ മഞ്ഞുള്ളതിനാൽ ദൃശ്യങ്ങൾ കൃത്യമല്ല.
അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കുകയാണ് ഇവർ. ധാരാളം കസേരകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ മഴ പെയ്താൽ നനയും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഹോട്ടൽ മുഖേന ബുക്ക് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പർ ഡെക്കിൽ ഏറ്റവും മുന്നിലെ 1-2 സീറ്റുകളാണ് നമുക്ക് കിട്ടിയത്. ഷൂട്ട് ചെയ്യാൻ ഇതിലും നല്ല സീറ്റ് വേറെ കിട്ടില്ല. നമ്മുടെ ബോട്ട് പുറപ്പെടാൻ സമയമായി. ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിട്ട് തുടങ്ങി. ആ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ബോട്ടാവും നമ്മുടെ ബോട്ട്. ഒന്നിലധികം ബോട്ടുകൾ ഈ സമയത്തുണ്ടെന്ന് തോന്നുന്നു. ആളുകൾ 2 വഴിക്കാണ് നീങ്ങുന്നത്. ഇതാണ് നമ്മുടെ ബോട്ട്. ഇതൊരു ഓപ്പൺ ടൈപ്പ് ഡബിൾ ടക്കർ ബോട്ടാണ്. ഒരു പഴഞ്ചൻ രീതിയിലുള്ള ബോട്ട്. ബോട്ടിൽ കിടന്ന് ടിക്കറ്റ് കാണിച്ച് മുകളിലെ ഡക്കിലേക്ക് പോകാം. വലിയ ബോട്ടാണ്. ഓരോ നിരയിലും 8 സീറ്റുകൾ വീതം ഏകദേശം 56 സീറ്റുകളാണ് ഈ നിലയിലുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ 2 നിലകളിലായി 112 സീറ്റുകൾ കാണും ഈ ബോട്ടിൽ. എല്ലാ സീറ്റിലും ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് കമ്പൽസറിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകൾ നിറഞ്ഞു. കൃത്യസമയത്ത് യാത്ര തുടങ്ങി. അവിടെ വനത്തിലൂടെ 2 പേർ നടന്നു പോകുന്നുണ്ട്. ആദിവാസികളോ മറ്റോ ആകാനാണ് സാധ്യത. ഈ ബോട്ട് യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു വന്യമൃഗത്തെ പോലെ കാണാതെ തിരികെ വരേണ്ടിയും വരും. യാത്രക്കാർ പാലിക്കേണ്ട ധാരാളം നിബന്ധനകളുണ്ട് ഈ യാത്രയിൽ. അതിൽ പ്രധാനം ലൈഫ് ജാക്കറ്റ് ധരിക്കണം എന്നുള്ളതാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ ലൈഫ് ബോയ്സും ഉപയോഗിക്കും. അതിനുള്ള ബോയകൾ ഈ ബോട്ടിൽ തന്നെയുണ്ട്. ഓരോ ബോട്ടിലും ബോട്ട് ലാൻസ്കേഴ്സും ലൈഫ് ഗാർഡുകളും ബോട്ട് സ്രാങ്കും ബോട്ട് ഡ്രൈവറും ഉണ്ടാവും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പ്രധാനമായത് ഒന്ന് ഒച്ച ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. മൃഗങ്ങളെ കാണുമ്പോൾ
കൂകി വിളിക്കാനോ അവയെ ശല്യപ്പെടുത്താനോ പാടില്ല. ബോട്ടിൽ നിന്നൊന്നും തന്നെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. മൃഗങ്ങളെ കാണുമ്പോൾ ബോട്ട് കരയോട് അടുപ്പിക്കാറുണ്ട്. അങ്ങനെ കരയോട് അടുപ്പിക്കുമ്പോൾ അവയിൽ നിന്നും 15 മീറ്റർ മാറി മാത്രമേ അടുപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ ബോട്ടിൽ എഴുന്നേറ്റ് നിന്ന് യാത്ര ചെയ്യാനും പാടില്ല. എത്ര സുന്ദരമായ കാടാണ് ചുറ്റിലും. നേരിൽ കണ്ടാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂ. 1-ാം നമ്പർ സീറ്റ് ആയതിനാൽ ഒരു തടസ്സവുമില്ലാതെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാട്ടുപന്നികളാണ് കാണുന്നത്. ഈ കാട്ടിൽ 35-ൽ പരം വന്യമൃഗങ്ങൾ ഉള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ കടുവകളാണ്. 2017 കണക്ക് പ്രകാരം ഈ റിസർവ് ഫോറസ്റ്റിൽ 40 കടുവകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ധാരാളമായി കാണുന്ന മൃഗങ്ങൾ ആന, കാട്ടുപോത്ത്, പന്നി, സാമ്പാർ മാനുകൾ, മലയണ്ണാൻ തുടങ്ങിയവയാണ്. പറക്കുന്ന അണ്ണാൻ, കാട്ടുപൂച്ച, കരടി, നീലഗിരിയാട്, സിംഹവാലൻ കുരങ്ങ് എന്നീ മൃഗങ്ങളുമുണ്ട്. കീരികളെയും ഈ ഫോറസ്റ്റിൽ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ ഈ കാണുന്ന ഐലൻഡ് ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. KTDC വകയുള്ളതാണിത്. ഇതിൽ പബ്ലിക്കിന് പ്രവേശനമുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ ബോട്ട് കരയോട് അടുപ്പിച്ചു. ഒരു ജീവനക്കാരനെ ഇറക്കാനായി നിർത്തിയതാണ്. അയാൾ എന്തൊക്കെയോ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അവിടെ ഗസ്റ്റുകൾ ഉണ്ടാവും. പബ്ലിക്കിന് താമസിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ വരും അതൊന്ന് ആസ്വദിക്കാൻ. ഇവിടെ ഈ ഉണങ്ങിയ മരങ്ങളിൽ ജലപക്ഷികൾ ഇരിക്കുന്നത് കാണാൻ ഏതോ ഒരു പിക്ചർ കാണുമ്പോഴുണ്ട്. ഈ ഫോറസ്റ്റിൽ മൃഗങ്ങളെപ്പോലെ തന്നെ ധാരാളം പക്ഷികളുമുണ്ട്. ഏകദേശം 266 സ്പീഷീസിലധികം പക്ഷികളാണ് ഈ റിസർവ് ഫോറസ്റ്റിലുള്ളത്. അതിൽ പ്രധാനം നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലാണ്. ഇടയ്ക്ക് അവയെ കണ്ടിരുന്നു, പക്ഷെ ക്യാമറ നേരെയാക്കിയപ്പോൾ അത് പോയി മറഞ്ഞു. മലബാർ ഗ്രേ ആൺവില്ലിനെ കൂടാതെ നീലഗിരി വുഡ് പീജിയൺ, വിവിധതരം തത്തകൾ, നീലഗിരി ഫ്ലൈ ക്യാച്ചർ, ക്രിംസൺ ബാക്ക് സൺ ബേർഡ്സ്, വൈറ്റ് ബെല്ലി റെഡ് സ്നാപ്പ്, ബ്ലാക്ക് നെക്ഡ് സ്റ്റോക്ക് അതായത് കൊക്കുകൾ തുടങ്ങി അപൂർവ ഇനം പക്ഷികളുടെ ഒരു വൻ സങ്കേതം ഇവിടെയുണ്ട്. കൂടാതെ വിവിധതരം ബട്ടർഫ്ലൈയും ധാരാളമായി ഇവിടെ കാണാം. ഈ പെരിയാർ ലേക്കിന്റെ ആകെ വിസ്തീർണം 31 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ ലേക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. അതായത് ഇത് മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവെയർ ഏരിയയാണ്. മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ രാഷ്ട്രീയക്കാർ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷെ പൊട്ടിയിട്ടില്ല. വിദഗ്ധർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഉടനൊന്നും പൊട്ടാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കോലാഹലം? എനിക്ക് തോന്നുന്നത് അതിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നാണ്. ഒന്ന് വോട്ട് രാഷ്ട്രീയം, 2 പുതിയ ഡാം പണിതാൽ ലഭ്യമാക്കാവുന്ന കമ്മീഷൻ. ഇതിൽ രണ്ടാമത്തെ കാര്യമോർത്ത്
നമ്മുടെ ഒരു മുൻ മന്ത്രിയുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അതൊരു വൻ വാർത്തയാവുകയും ചെയ്തത് ഓർക്കുന്നുണ്ടാവും. അവസാനം പറഞ്ഞത് ഇവിടെ ഭൂകമ്പം ഉണ്ടായി ഡാം പൊട്ടിയാൽ എറണാകുളം വരെയുള്ള ജില്ലകൾ കടലിൽ ഒലിച്ചു പോകുമെന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സോണിൽ മുല്ലപ്പെരിയാർ ഡാം മാത്രമേ ഉള്ളൂ ഭൂകമ്പമുണ്ടായി പൊട്ടാൻ? എൻ്റെ അറിവിൽ 1/2 ഡസനിലേറെ ഡാമുകൾ നമ്മുടെ നിർമ്മിതികളായി ഈ റീജിയണിലുണ്ട്. അവയൊന്നും പൊട്ടില്ലേ? വെറുതെ പേടിപ്പിക്കുകയാണ്. 120-ലേറെ വർഷം പഴക്കമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെന്നുള്ളത് ശരി തന്നെ. 1895 ഈ ഡാം പണിതത്. പക്ഷെ വിദഗ്ധരുടെ അഭിപ്രായം ഉൾക്കൊള്ളണം. ബലക്ഷയം തുടർച്ചയായി പരിശോധിക്കപ്പെടണം. ആവശ്യം വരുമ്പോൾ പുതിയ ഡാം പണിയണം. അല്ലാതെ നാടിന്റെ സമ്പത്ത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊള്ളയടിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇതെന്റെ വീക്ഷണം. ഇതിലൊരു രാഷ്ട്രീയവും കാണണ്ട. ഇതിവിടെ കാട്ടുപോത്തുകൾ മേയുന്നുണ്ട്. ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചു. ബോട്ട് അടുത്തെത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ അവ മേയുന്നു. ഞങ്ങളിതത്ര കണ്ടെന്ന മട്ടിൽ. കുത്തനെയുള്ള മലകളാണ് ഈ ടെറൈൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ഇടതൂർന്ന മരങ്ങളും ഇവിടെ ധാരാളമായി വളരുന്നുണ്ട്. ഇത് പശ്ചിമഘട്ട മലനിരകളാണ്. ഈ കാട്ടിൽ 171 തരം വെറൈറ്റി പുല്ലുകളുണ്ട്. ഇവിടെ വളരുന്ന മരങ്ങളിൽ പ്രധാനം തേക്കും റോസ്വുഡും ചന്ദനവും ഒക്കെയാണ്. കൂടാതെ മാവുകൾ, പുളി, ആൽ, അത്തി, ബാമ്പു തുടങ്ങിയ വൃക്ഷങ്ങളും ധാരാളമായി വളരുന്നു. പക്ഷികളും മൃഗങ്ങളും കൂടാതെ ഈ കാട്ടിൽ 45-ൽ പരം ഇഴജന്തുക്കൾ ഉണ്ട്. 30-ൽ പരം പാമ്പുകളും 13 തരം ലിസാർഡ്സും 2 തരം ആമകളും എന്നിങ്ങനെയാണവ. പാമ്പുകളിൽ പ്രധാനം കിങ് കോബ്രയും മലബാർ പിറ്റ് വൈപ്പറുമാണ്. കുട്ടികൾക്ക് ഇതൊരു അത്ഭുത കാഴ്ചയായിരിക്കും. ഈ ലേക്കിൽ 40-ൽ പരം മീനുകളുണ്ട്. കൂടാതെ ഈ കാട്ടിലും ജലാശയത്തിലുമായി ധാരാളം വെറൈറ്റി തവളകളെയും കണ്ടെത്തിയിട്ടുണ്ട്.
ഇവിടം വരെയാണ് യാത്ര എന്ന് തോന്നുന്നു. ഇനി തിരികെ പോകും. മറ്റു ബോട്ടുകൾ ഇവിടെ തിരിഞ്ഞു പോകുന്നുണ്ട്. ആ കാണുന്ന ബോട്ട് ഈ ബോട്ടിന് അത്രയും വലിപ്പമുള്ളതല്ല. ഇത്രയും സീറ്റുകൾ അതിൽ കാണുന്നില്ല. അതിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ക്യാമറയുമായി. ഇവിടെ പെരിയാർ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽപ്പെട്ട ഇടമാണ്. ഈ സാഞ്ചുറിക്ക് 925 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമാണുള്ളത്. ഇതിൽ 350 സ്ക്വയർ കിലോമീറ്റർ പെരിയാർ കടുവ സങ്കേതത്തിന് പ്രത്യേകമായി നീക്കിവെച്ചിട്ടുള്ളതാണ്. 1934 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മഹാരാജ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് റിസർവായി ആദ്യം പ്രഖ്യാപിച്ചത്. കാട് കയ്യേറി തോട്ടം നിർമ്മിക്കുന്നത് തടയാനായിരുന്നു ആ ഉത്തരവ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 1950 ഇവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയായി പ്രഖ്യാപിക്കപ്പെട്ടു. 1978 പെരിയാർ ടൈഗർ റിസർവായും പ്രഖ്യാപിച്ചു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ കടുവകളുടെ സംരക്ഷണത്തിനായാണ് ആ പ്രത്യേക പ്രഖ്യാപനം. ഒന്നര മണിക്കൂർ യാത്ര കഴിഞ്ഞ് തിരികെ എത്തി. പ്രതീക്ഷിച്ചതുപോലെ മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. മുമ്പ് ഇവിടെ നടത്തിയ യാത്രയിൽ എനിക്ക് ധാരാളം ആനകളെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇനി ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഔട്ട് ചെയ്യും. ഇവിടെ ഒരു ചങ്ങാടത്തിൽ ആളുകൾ അക്കരയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു കഫേ ഉണ്ട്, ലൈറ്റ് റിഫ്രഷ്മെന്റിനുള്ള സ്ഥലം. ഈ മരത്തിന്റെ വലുപ്പം കണ്ടോ? ഒരു കൂറ്റൻ മരം. ഏത് മരമാണെന്നറിയില്ല. ഇത്തരം ധാരാളം മരങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ആരണ്യനിവാസിന്റെ മുൻഭാഗം. ഇതിന്റെ പുറകുവശത്താണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. കുരങ്ങുകൾ നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. തിരികെ റൂമിലെത്തി ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. ഇനി പോകുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തുള്ള ഒരു മുന്തിരിത്തോട്ടം കാണാനാണ്. 27 കിലോമീറ്റർ ദൂരമാണ്
അവിടേക്കുള്ളത്. ഒരു 3/4 മണിക്കൂർ യാത്ര. പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഒരു നിർമ്മിതി, പ്രകൃതിക്കിണങ്ങിയ നിർമ്മാണം. KTDC ലേക്ക് പാലസ് തേക്കടി ട്രാൻസിറ്റ് ലോഞ്ച് പ്രീമിയം ഹെറിറ്റേജ് പാലസ് എന്നാണ് ബോർഡിലുള്ളത്. ഇത് KTDCയുടെ പഴയൊരു ഹോട്ടലാണ്. ഇപ്പോൾ ഇവിടം സ്പാ സെന്ററായി പ്രവർത്തിക്കുന്നു. ഒരു കൂറ്റൻ മരം മറിഞ്ഞു കിടക്കുന്നുണ്ട്. വഴിയിലൂടെ മറ്റൊരു നിർമ്മിതി. ഇതൊരു കോഫി ഷോപ്പാണ്. വാഹനം നിർത്തരുതെന്ന് അറിയിപ്പുണ്ട്. ഒരു ആമയുടെ ഷേപ്പിലുള്ള ഷോപ്പ്. കട തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. കമ്പത്തെത്തി. ഇതാണ് ആ മുന്തിരിത്തോട്ടം. MSR ഗ്രേപ്പ് ഗാർഡൻ എന്നാണ് ഈ തോട്ടത്തിന്റെ പേര്. വരുന്ന വഴിയിൽ ധാരാളം കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇടുങ്ങിയ റോഡായതിനാൽ നിർത്തി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതോടെ ഈ എപ്പിസോഡും ഈ സീരീസും ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വിദേശ ട്രിപ്പിന്റെ വീഡിയോ ആയിരിക്കും തുടർന്നുണ്ടാവുക. അതും വിയറ്റ്നാമിന്റെ കാഴ്ചകൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് അയച്ചു നൽകാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണേ. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.